ഹലോ എവരി വൺ. ഇന്ന് പറയാൻ പോകുന്നത് +1 മാത്സ് എക്സാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതായത് ഇന്നലെ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ റിവ്യൂ എടുക്കണമെന്ന് വിചാരിച്ചത്, പിന്നെ ആൻസർ കീയും കൂടെ കണ്ടിട്ട് എങ്ങനെയാണെന്നും കൂടെ നോക്കിയിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇത്തവണത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുമാത്രമല്ല, ഇതുവരെ ചോദിച്ചിട്ടുള്ള മോഡലിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. കാര്യം അടുപ്പിച്ച് കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ PYQs ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിലെയും അല്ലാതെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ആൻസർ കീ എടുത്ത് നോക്കിയപ്പോൾ അതൊക്കെ ചെയ്യുന്ന മെത്തേഡ് അറിയാം, പക്ഷെ ചോദിച്ച രീതി മാറിപ്പോയി എന്ന് ഫീലായി. പിന്നെ കോസ് എക്സ് പോലെയുള്ളതിൻ്റെയൊക്കെ ഗ്രാഫ് ചോദിച്ചായിരുന്നു. അതൊക്കെ ഞങ്ങളടുത്ത് പഠിക്കണ്ട, അത് ചോദിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ പോർഷനിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്, ഇത് എങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്ന് മനസ്സിലായപ്പോൾ. പക്ഷേ ഇന്നലെ ക്ലാസ്സിൽ നോക്കിയപ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. ആൻഡ് ആൻസർ കീ ചെക്ക് ചെയ്തപ്പോഴാണെങ്കിലും ഏകദേശം ഒരു 40 റേഞ്ചൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ 40 മാർക്ക്, 60-ൽ 40 മാർക്ക് ആ ഒരു റേഞ്ചിനൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ തന്നെ കുറച്ച് ടഫാണെന്ന് മനസ്സിലായി. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലായി, ഇനി എന്തായാലും PYQ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു മോഡൽ നോക്കിയിട്ടും പഠിച്ചിട്ട് കാര്യമില്ല. കാര്യം അവരിപ്പോൾ NCERT എന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമുക്കതൊന്നും ഇതുവരെ ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് ടഫായിരുന്നു. ആൻഡ് ഇനി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ആൻഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫൈനൽ എക്സാമിൽ ഇനി 30% എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളതും 50% ആവറേജ് ലെവലും ബാക്കിയുള്ള 20% എന്ന് പറയുന്നത് A+ നിർണ്ണയിക്കുന്ന, അഥവാ പഠിതാക്കളെ കുഴപ്പത്തിലാക്കുന്ന ക്വസ്റ്റ്യൻസ് ആവുമെന്ന് പറഞ്ഞൊരു പത്രത്തിൽ എന്തോ ഒരു ന്യൂസ് കണ്ടായിരുന്നു. ഞാൻ ഇന്നലെയാണത് കാണുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റും കൂടെ കണ്ടപ്പം മനസ്സിലായി, അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് ഇനി എക്സാംസ് എല്ലാം പോകുന്നത്. അപ്പോൾ ഇനി ഇതുവരെയുള്ള പഠിത്തത്തിൻ്റെ സ്റ്റൈല് മാറ്റണം എന്നുള്ളൊരു കാര്യമാണ് ഈ എക്സാമിലൂടെ മനസ്സിലായത്. എനിക്ക് കെമിസ്ട്രിയും കാര്യങ്ങളൊന്നും അത്ര ടഫായിട്ട് തോന്നിയില്ല. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി, പക്ഷേ അതിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ ഞാൻ അതിനേക്കാളും എഫേർട്ട് ഇട്ടിരുന്ന് പഠിച്ചത് മാത്സാണ്. പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റൈല് മാറിയപ്പോൾ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല.